ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാഹന പൂജ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗിരീഷ് അവിടെ പോയിരുന്നു വാഹന പൂജക്ക്. അപ്പോൾ ഗിരീഷിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയും. വാഹനപൂജ, ഗുരുവായൂരിലെ വാഹനപൂജ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര വലിയ ടൈറ്റായിട്ട് തിരക്കിൽ ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. വളരെ സമാധാനമായിട്ട് നമുക്ക് ചെയ്യാം. നേരെ അമ്പലത്തിലോട്ട് പോവുക. അമ്പലത്തിൽ കിഴക്കേ നടയിൽ ഗേറ്റിൽ അകത്തോട്ട് വണ്ടി കയറ്റുക. വണ്ടി കയറ്റിയിട്ട് ടിക്കറ്റ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ആദ്യം എടുക്കണോ, അല്ലെങ്കിൽ വണ്ടി കയറ്റി ഇട്ട ശേഷം? വണ്ടി നേരെ ഗേറ്റ് കിഴക്കേ നടയിൽ ഗേറ്റിലകത്തോട്ട് വണ്ടി കയറ്റുക. കയറ്റുമ്പോൾ തന്നെ സെക്യൂരിറ്റീസൊക്കെ നമ്മളുടെ അടുത്തോട്ട് വരും. അവർ തന്നെ പറഞ്ഞു തരും. അതായത് ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് 300 രൂപ ടിക്കറ്റ് എടുക്കാം. പൂജയുടെ പൈസയാണത്. പിന്നെ പൂജ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് തന്നെ മേടിക്കാം. അത് കിറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. മാലയും നാരങ്ങയൊക്കെ ആയിട്ടുള്ള പൂജിക്കേണ്ട പൂജ സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ പൂജാരി എപ്പോഴെത്തുക? പൂജാരി നമ്മുടെ ഫ്രണ്ടിൽ വണ്ടികളൊക്കെ ഉണ്ടാവും. കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി പൂജിക്കും. അങ്ങനെ ഒരു 5 മിനിറ്റോളമൊക്കെ ഉണ്ടാവും ഒരു വണ്ടി. ഒരുപാട് തിരക്കൊന്നും എടുക്കില്ല. അവരെ ഭയങ്കര സമാധാനപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് അവിടെ വെച്ച് തന്നെ വണ്ടി തിരിച്ച് നേരെ കൊണ്ടുവരാം, പുറത്തോട്ട് ഇറക്കാൻ വേണ്ടി. ഇതാണ് അവിടുത്തെ വാഹന പൂജ. ഓക്കെ, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ.